അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. അങ്ങോട്ട് ഒരു സ്വന്തം അമ്മൂമ്മനെ വിളിക്കുന്നതാണ് ബിച്ച്, വസന്ത, എടി, പോടി, എന്റെ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഹായ് എവരിവൺ, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് അഹാനയ്ക്കെതിരെ മറുപടിയുമായിട്ട് വന്നിരിക്കുന്നത് അമ്മുമ്മയും തൻവിയും ആണ്. ഒരുപാട് കാര്യങ്ങളാണ് ഈ പറയുന്ന തൻവിയും അമ്മുമ്മയും വീഡിയോയിൽ വന്നിരുന്നത് പറയുന്നത്. പക്ഷെ വീഡിയോ 2-3 മണിക്കൂർ മാത്രമേ അവരുടെ ചാനലിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും അവരത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ സാരമില്ല, നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താണ് തൻവിയും അമ്മുമ്മയും കൂടെ വീഡിയോയിൽ വന്നിരുന്ന് പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം. മെയിനായിട്ട് അഹാന കുറെ തെറിയൊക്കെ വിളിച്ചെന്നാണ് പറയുന്നത് അമ്മുമ്മയെ. ഒരു പേരക്കുട്ടിയും അമ്മുമ്മയെ ഇങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ലാത്തതാണ്. അത് മാത്രമല്ല, പല കാര്യങ്ങളും ഇവര് വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിച്ച് നോക്കാം. ഏകദേശം ഒരു 40 മിനിറ്റോളം ഉണ്ടായിരുന്നു ഇവരുടെ ഈ വീഡിയോ. ഇനി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സംഭവം ഏതാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊരു എക്സ്പ്ലനേഷൻ തരാം. എന്നാലേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. സംഭവം വേറൊന്നുമല്ല, ഈ കൃഷ്ണകുമാർ ഫാമിലിയിലെ സിന്ധു കൃഷ്ണയുടെ സഹോദരിയുടെ മകളാണ് ഈ പറയുന്ന തൻവി. തൻവിയും കുടുംബവും കാനഡയിലാണ് ജോലി. പെട്ടെന്ന് ഒരു ദിവസം കാനഡയിലെ ജോലി മതിയാക്കി തൻവി നാട്ടിലേക്ക് എത്തുകയായിരുന്നു. അതിന്റെ കാരണം ബോധിപ്പിച്ചുകൊണ്ട് തൻവി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തൻവി പറയുന്നത് അമ്മുമ്മയെ നോക്കാൻ ആരുമില്ല, അപ്പൂപ്പനാണെങ്കിൽ 2 മാസം മുമ്പേ മരിച്ചുപോയി, അതിനുശേഷം അമ്മുമ്മയെ ആരും ഫോൺ കോൾ പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ വീഡിയോ കണ്ട പലരും സിന്ധുവിനെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങി. സിന്ധു എന്ന് പറയുന്നത് തൻവിയുടെ അമ്മുമ്മയുടെ മകളാണല്ലോ. എന്തുകൊണ്ട് സിന്ധു കൃഷ്ണ അമ്മയെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ളതായി എല്ലാവരുടെയും ഓരോ കാര്യങ്ങൾ എല്ലാവരും കമന്റ് ചെയ്ത് ചോദിക്കാൻ തുടങ്ങി. ഇത് കണ്ടതോടെ സിന്ധു കൃഷ്ണയുടെ മകളായ അഹാന എന്ത് ചെയ്തു, ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നു. അതില് അഹാന പറയുന്ന അമ്മുമ്മ എന്ന് പറയുന്ന സ്ത്രീ വളരെ മോശം സ്ത്രീയാണ്. അവര് ഞങ്ങൾ ഒരുപാട് ചീത്ത വിളിച്ചിട്ടുണ്ട്, തെറി വിളിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറയാൻ പാടില്ലാത്ത എന്തോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഞങ്ങൾ അമ്മുമ്മയെ തിരിഞ്ഞു നോക്കാത്തത് എന്നാണ് അഹാന പറഞ്ഞത്. ഇതിനെല്ലാം മറുപടിയായിട്ടാണ് തൻവിയും അമ്മുമ്മയും കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇവർക്ക് പറയാനുള്ള എന്താണെന്ന് ഒന്ന് കേട്ടു നോക്കാം. അമ്മയായിട്ട് ഒരു ക്ലോസ്നെസ് ഇല്ല. എന്റെ അച്ഛനായിട്ട് ഞാൻ നല്ല ക്ലോസ് ആയിരുന്നു. പക്ഷേ എന്റെ അച്ഛനായിട്ട് 3 വർഷം മാത്രമേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ശരിക്കായിട്ട് ഞാൻ ജനിച്ച കുഞ്ഞായിരുന്നപ്പോൾ എന്റെ കാര്യങ്ങളെല്ലാം നോക്കി. എന്റെ ഒരു പാമ്പർ പോലും എന്റെ അമ്മ മാറ്റിയിട്ടില്ല. എന്റെ പോട്ടി വരെ എടുത്തത് എന്റെ അമ്മയാണ്. എന്നെ സ്കൂളിൽ കൊണ്ടുപോയതാണെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയതാണെങ്കിലും മുടി വെട്ടാൻ കൊണ്ടുപോയതാണെങ്കിലും എല്ലാ അപ്പനും അമ്മയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ അവരോട് എനിക്ക് നന്ദി കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ ശരിക്കും അവർ നോക്കുന്നില്ല. അതാണ് സത്യാവസ്ഥ. സത്യാവസ്ഥ എന്ന് വെച്ചാൽ അമ്മൂമ്മേനെ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അമ്മൂമ്മ പ്രശ്നമാണ്. ഇവർക്കൊക്കെ അപ്പൂപ്പനാണ് കൂടുതൽ ഇഷ്ടം. അമ്മൂമ്മേനെ അത്രയും താല്പര്യമില്ല. അങ്ങനെ കാരണം അമ്മൂമ്മയ്ക്ക് എപ്പോഴും ഞാനാണ് വലുതെന്ന് പറഞ്ഞാൽ അമ്മൂമ്മ എന്റെ എല്ലാ കാര്യവും നോക്കുമായിരുന്നു. സോ ബേസിക്കലി അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ബിക്കോസ് എന്നെ മാത്രമേ കൊച്ചുമോളെ മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ള പരാതിയാണ്. മക്കളിലും മക്കളിലും വേർതിരിവ് കാണിക്കുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ചിലപ്പോ ഈ ഒരു കോംപ്ലക്സ് ആയ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ കാരണം അമ്മുമ്മയാണെങ്കിൽ തൻവിയോട് മാത്രം കൂടുതൽ സ്നേഹം കാണിക്കുന്നു, ബാക്കിയുള്ളവരോട് വലിയ സ്നേഹമൊന്നുമില്ല. ഇത് പല പാരന്റ്സിനും ഗ്രാൻഡ് പാരന്റ്സിനും കണ്ടുവരുന്ന ഒരു പ്രവണത തന്നെയാണ്. മക്കൾക്കിടയിലും പേരമക്കൾക്കിടയിലും പാർഷ്വാലിറ്റി കാണിക്കുന്നത്. ഒരുപക്ഷെ ഈ അമ്മുമ്മ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ഒരുപോലെ കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു. അമ്മ നോക്കുമ്പോ എന്റെ അച്ഛനില്ല, എനിക്ക് അച്ഛനില്ല. അമ്മയാണെങ്കിൽ അമ്മയുടെ കാര്യം നോക്കിപ്പോയി. എന്നെ ഞാൻ ചെന്നൈയിൽ നിന്നപ്പോ പോലും ഞാൻ എന്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ചെന്നൈയിലാണ് വന്ന് നിന്നത്. നിന്നപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ എന്റെ അച്ഛനാണ് ഞാനൊന്ന് ചത്തിരുന്നെങ്കിൽ ഞാനത് എനിക്ക് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ചത്തിരുന്നെങ്കിൽ 2 പേരുടെ ഫാമിലിക്ക് ഞാൻ ബുദ്ധിമുട്ടാകത്തില്ല. ഒരു കൊച്ചായിട്ട് ഇരിക്കുന്ന 6-5 ക്ലാസ് പഠിക്കുന്ന ഞാൻ എന്റെ മനസ്സിൽ വെച്ച് വിചാരിക്കുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അത്രയും ആരും ഇല്ലാതിരുന്ന സമയത്താണ് എന്റെ അപ്പൂപ്പനും അമ്മൂമ്മ എന്നോട് വളർത്തിയത്. അവരോട് എനിക്ക് നന്ദി കാണിക്കാൻ പറ്റൂ? ഇവർ തമ്മിൽ അടിയാണ്. ഓക്കെ, അതൊക്കെ ശരിയാണ്. വയസ്സാം കാലത്ത് അമ്മുമ്മയുടെ സ്വഭാവം മോശമായെന്ന് കരുതി തിരിഞ്ഞു നോക്കാതിരിക്കേണ്ട ആവശ്യമൊന്നും തൻവിക്കില്ല. തൻവിയോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ചുകൊണ്ട് തന്നെ തൻവിക്ക് അറ്റാച്ച്മെന്റ് കൂടുതൽ അമ്മുമ്മയോടായിരിക്കും. ഇവിടെ തൻവി ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം കുടുംബ പ്രശ്നങ്ങളൊക്കെ പബ്ലിക്കിൽ വന്ന് അവതരിപ്പിച്ചു എന്നുള്ള ഒരു തെറ്റാണ് തൻവി ചെയ്തത്. പ്രശ്നങ്ങളൊക്കെ ഇത്രയും വഷളാവാൻ കാരണം തൻവി തന്നെയാണ് ഇതെല്ലാം തുടങ്ങി വെച്ചത്. എന്തിനായിരുന്നു കാനഡയിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് അമ്മുമ്മ ഒറ്റയ്ക്കാണ്, അമ്മുമ്മയ്ക്ക് ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്, അമ്മുമ്മയെ ഫോൺ വിളിക്കാൻ പോലും ആരുമില്ല എന്നൊക്കെ പറഞ്ഞത്? ആ വീഡിയോ എന്തിനാണ് ചെയ്തത്? അത് മാത്രമല്ല, ഈ അമ്മുമ്മ ഫോൺ വിളിക്കുന്ന ഒരു വീഡിയോ കോളും കാണിക്കുന്നുണ്ട്. എനിക്ക് ആരുമില്ല, എന്നെ ആരും നോക്കാനില്ല എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ കോളും ഇതിനകത്ത് ആഡ് ചെയ്തത് എന്തിനായിരുന്നു? ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ ഇത്രയും വഷളാവാൻ കാര്യം. ബാക്കിയെല്ലാം പേഴ്സണൽ മാറ്റേഴ്സ് ആണ്, നിങ്ങളുടെ കുടുംബകാര്യങ്ങളാണ്. ഇങ്ങനെ കുടുംബകാര്യങ്ങളിലൊക്കെ വന്നിങ്ങനെ പബ്ലിക്കായിട്ട് പറയേണ്ട ഒരു കാര്യമില്ല. തൻവി അങ്ങനെ ഒരു വലിയ തെറ്റ് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഈ പറയുന്ന തൻവി തന്റെ അമ്മയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്കറിയാം തീരെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയിരുന്നു. 2 പേരും വേറെ വിവാഹം കഴിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ തന്റെ അച്ഛനെ കുറിച്ച് പറയുന്ന സമയത്ത് എപ്പോഴും ഭയങ്കര പോസിറ്റീവായിട്ടായിരുന്നു സംസാരിക്കുന്നത്. പക്ഷെ അമ്മയെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. ഇതിനെതിരെ അഹാന കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു.
തൻവി പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. തൻവിയുടെ അമ്മ അടിപൊളി സ്ത്രീയാണ്. തൻവിയുടെ അടുത്ത് എങ്ങനെയാ ഞങ്ങളുടെ അടുത്തൊക്കെ അടിപൊളിയായിട്ടാണ് പെരുമാറുന്നതെന്നാണ് അഹാന പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ കല്യാണം കഴിച്ച ഭർത്താവും അടിപൊളിയാണെന്നാണ് പറയുന്നത്. അതിന് തന്നെ ഒരു മറുപടി പറയുന്നുണ്ട്, നമുക്ക് അതൊന്നും കേട്ട് നോക്കാം. അപ്പോ അഹാന വ്ളോഗില് എന്റെ അമ്മേനെ കുറിച്ച് പൊക്കി എനിക്കൊന്നും അറിഞ്ഞൂടാ. അവരോട് അങ്ങനെയാ പെരുമാറിയത്. ബിക്കോസ് അവർ ഫേമസ് ആണ്, അതുകൊണ്ട് അവരോട് അങ്ങനെയാ പെരുമാറുന്നത്. കുഞ്ഞിലേ തൊട്ടേ എന്നെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അമ്മുവിന് മാത്രമേ ഫേവർ ചെയ്യത്തുണ്ടായിരുന്നുള്ളൂ. എന്നെ ഒരു കാര്യത്തിന് എന്നെ പട്ടിയെ പോലെയാണ് നോക്കിയത്. ഞാൻ എല്ലായിടത്തും എൻ്റെ അമ്മ എന്നെയും കൊണ്ടുപോകുമ്പോ പറഞ്ഞ് കരഞ്ഞ കുട്ടിയാണ് ഞാൻ. എനിക്കറിഞ്ഞൂടെ, എന്റെ കാര്യം പോലെ അല്ലല്ലോ അവ ബാക്കിയുള്ളവരോട് പെരുമാറുന്നത്. കല്യാണം എത്രയോ പേര് ഞാൻ ക്യാൻറ്റീനിൽ കണ്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞവര്. ആ കല്യാണം കഴിഞ്ഞവര് എന്ന് വെച്ചാൽ കൊച്ചുങ്ങളെ അവരുടെ കൊച്ചുങ്ങളെ മൂന്നും ഇപ്പൊ ഞാൻ സ്റ്റെപ്പ് കൊച്ചായിട്ട് വന്നാൽ പോലും ഞാൻ അവരെന്റെ സ്റ്റെപ്പ് ബ്രദേഴ്സ് ആണെങ്കിലും സ്റ്റിൽ മൈ സിബ്ലിങ്സ്. അവരെ നോക്കുന്ന പോലെയല്ലേ എന്നെ നോക്കേണ്ടത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ബാംഗ്ലൂർ എന്റെ അമ്മേനെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞു, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നീ പറയണേ നീ ഒരു ചേച്ചിയുടെ മോളാണെന്ന്, എന്റെ മോളാണെന്നൊന്നും പറയല്ലേ, ആർക്കും അറിയത്തില്ല ഞാൻ സെക്കൻഡ് മാരേജ് ആണെന്ന്. ഇങ്ങനെയൊക്കെ ഒരു സ്വന്തം മോളുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു സ്ത്രീയാണ് അത്. ഓക്കെ, അവിടെയും ചാറ്റ് പ്രൂഫ് ഉണ്ട്. ഞാൻ എന്റെ ഡെലിവറിയുടെ അന്ന് പോലും എന്നോട് പറഞ്ഞ്, നീ ഈ വീട്ടിൽ വന്ന് നിന്നാൽ നീ നശിച്ചു പോവും, ഈ ശപിച്ച വീട്ടിൽ വന്ന് നിന്നാൽ നീ നശിച്ചു പോവും, നിനക്കൊന്നും കിട്ടാൻ പാടില്ല, നിനക്ക് കിട്ടുന്ന നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം ആ എല്ലാ സാധനവും അത് നീ എല്ലാവരോടും ഷെയർ. എനിക്കൊരു കല്യാണം പോലും ഇല്ലായിരുന്നു. എൻ്റെ ഇരുന്ന സ്വർണ്ണമെല്ലാം എൻ്റെ അമ്മ വിറ്റ് അത് കാശാക്കിയിട്ട് അവസാനം എൻ്റെ പേരിൽ ഒരു 6 ലക്ഷം ഉണ്ടായിരുന്ന പോലും അന്ന് വന്ന് പകുതി എടുത്തുകൊണ്ട് പോയി. ഞാൻ എൻ്റെ അമ്മ എന്തിനാ എന്നെ കൊണ്ട് കുടിപ്പിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അതേപോലെ ഇഷ്ടംപോലെ എൻ്റെ സ്വർണ്ണങ്ങളെല്ലാം അവർ വിറ്റ്. ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൂസിയുടെ കല്യാണത്തിൽ വന്നപ്പോൾ എനിക്ക് ആ സ്വർണ്ണം പോലും ഇല്ല. ഞാനിപ്പോ നിങ്ങളൊരു കള്ളം പറയേണ്ട ആവശ്യം ഈ കമ്മലുണ്ടോ, ഇത് ഗോൾഡ് പോലെയല്ല. എന്റെ കാലിന്ന് അത് വീട് ക്യാൻഡിൽ പോയി 2024 ഊരി വീണതാണ്. എനിക്ക് കാലിൽ ഇടാൻ പോലും ഒരു കമ്മൽ പോലും മേടിക്കാനുള്ള സമയമില്ലായിരുന്നു സാഹചര്യം. ഇത് ഏതൊരു ഡൂപ്ലി കമ്മലാണ്, ഇത് അടയാതിരിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോ എന്റെ അമ്മേനെ അത്രയും പൊക്കി പറഞ്ഞതിന് എനിക്ക് പറയാനുണ്ടല്ലോ. എന്റെ എല്ലാ മെസ്സേജ് ചാറ്റും ഉണ്ട്. അപ്പൊ എനിക്ക് ഇതൊന്നും പബ്ലിക്ലി ഇടാൻ താല്പര്യമില്ല. പക്ഷെ ഇത്രയും പൊക്കി പറയുമ്പോൾ നമ്മളും പറയണ്ടേ. കണ്ടില്ലേ, ഇതാണ് അമ്മയെ കുറിച്ച് തൻവിക്ക് പറയാനുള്ളത്. അഹാന പറയുന്ന പോലെ അടിപൊളി സ്ത്രീയൊന്നും അല്ല അമ്മയെന്നാണ് തൻവി പറഞ്ഞു വെക്കുന്നത്. ഇപ്പൊ ആര് പറയുന്നത് വിശ്വസിക്കുമെന്നായല്ലോ. ഞാൻ തൻവിയുടെ അമ്മയെ കുറിച്ച് ഒരു കാര്യവും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അഹാനയെ സംബന്ധിച്ചിടത്തോളം തൻവിയുടെ അമ്മയെന്ന് പറഞ്ഞാൽ കുഞ്ഞമ്മയാണ്. ഇതിപ്പോ തൻവിയുടെ അമ്മയെ കുറിച്ച് അഹാന പറയുമ്പോഴത്തേക്കും പുറത്തു നിന്നുള്ള ഒരാള് പിന്നെ അഭിപ്രായം പറയുന്ന രീതിയിലേ കാണത്തുള്ളൂ. പക്ഷെ തൻവിയെ സംബന്ധിച്ചിടത്തോളം തൻവിയുടെ സ്വന്തം അമ്മയാണ്. അപ്പൊ തൻവിയുടെ അമ്മയെ കുറിച്ച് തൻവി പറയുമ്പോൾ കൂടുതലും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നത് തൻവി പറയുന്നതായിരിക്കും. അപ്പൊ അഹാന പറയുന്നതിനേക്കാളും കൂടുതലും ആളുകൾ വിശ്വസിക്കാൻ സാധ്യതയുള്ളത് തൻവി പറയുന്ന കാര്യങ്ങളാണ്, അമ്മയെ കുറിച്ച് പറയുന്നത് കേട്ടോ. കാരണം സ്വന്തം മകളാണല്ലോ അമ്മയെ കുറിച്ച് ഇതൊക്കെ പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അഹാന പറയുമ്പോൾ പുറത്തുനിന്നുള്ള ഒരാൾ പറയുന്ന പോലെ ആൾക്കാരെ കാണത്തുള്ളൂ. പിന്നെ തൻവിയെ സംബന്ധിച്ചിടത്തോളം തൻവി ഈ താനുമായിട്ട് പിണങ്ങി നിൽക്കുന്ന ആൾക്കാരെ ഒക്കെ പിന്നെ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്ന ഒരു സ്വഭാവം പുള്ളിക്കാരിക്ക് ഉണ്ട്. മുമ്പുള്ള വീഡിയോകളിലൊക്കെ തൻവി അത് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്വന്തം മകൾ അമ്മയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ ആ മകള് പറയുന്നതേ ആൾക്കാർ വിശ്വസിക്കത്തുള്ളൂ. അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മൂമ്മയ്ക്ക് ആരും ഇല്ല എന്ന് പറഞ്ഞാണ് പറഞ്ഞത്. അപ്പൂപ്പന്റെ ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൂപ്പൻ എന്നെ വിളിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൂപ്പന്റെ എല്ലാ കാര്യങ്ങളും സിന്ധുമ്മയും അമ്മവും നോക്കിയിട്ടുണ്ട്. ഞാൻ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അമ്മൂമ്മയുടെ കാര്യങ്ങൾ അവർ കുറെ നോക്കിയായിരുന്നു. പിന്നെ ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു. അതും ഞാനുമായിട്ട് എന്ത് ബന്ധമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ കാര്യം നോക്കി ക്യാൻറ്റീനിൽ നിന്ന് എന്റെ അമ്മൂമ്മ വിളിച്ച് കരയാൻ പറ്റും, എനിക്ക് വരാതിരിക്കാൻ പറ്റും. അതൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾ ഈ അമ്മൂമ്മ കരഞ്ഞ് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ എന്തിനു പുറത്തു വിട്ടും? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടെയാണ് നിങ്ങൾക്ക് വരുന്ന റോൾ എന്ന് പറയുന്നത്. നിങ്ങൾ ആ വീഡിയോ പുറത്തുവിടാൻ പാടില്ലായിരുന്നു. അതാണ് ഇവിടുത്തെ ഈ പ്രശ്നത്തിന്റെയൊക്കെ തുടക്കം. അത് പുറത്തുവിടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്നിട്ട് വന്നിരുന്ന് പറയുവാണ് ഇവർക്കിടയിലെ പ്രശ്നത്തിന് എനിക്ക് എന്താണ് റോൾ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ നിങ്ങളാണ് ഇപ്പൊ ഇവിടെ ഏറ്റവും വലിയ റോള് വഹിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാം തുടങ്ങി വെച്ചിട്ട് ഇങ്ങനെ വല്ലാണ്ടങ്ങ് പുണ്യാളത്തിയാവല്ലേ. ഞാൻ പറയട്ടെ, ഇത്രയും നല്ല അഹാന എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മൂമ്മ ഭയങ്കര ഇതാണെന്നോ അതാണ്. അമ്മൂമ്മേനെ കുറിച്ച് കൊച്ചുമോള് പറയുന്നതാ അഹാന. ഈ ചാറ്റൊക്കെ എൻ്റെ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ഇതെല്ലാം ഞാൻ എന്തോ ഭാഗ്യത്തിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ബിക്കോസ് ഞാൻ ഈ ചാറ്റൊക്കെ കാണുമ്പോൾ ഞാൻ അമ്മൂമ്മേനെ പറയാം, അമ്മൂമ്മനെ കുറിച്ച് മോശമായിട്ട് പറയുന്നു, അതുകൊണ്ട് അമ്മൂമ്മ ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്യാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മൂമ്മയുടെ ഞാൻ ഒന്നും പറയാതെ ഇരുന്നിട്ടില്ല. All that bitch needs is money. I wonder what she's doing with the 30 lakhs. അപ്പോൾ ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയാം. അപ്പൊ അമ്മ പറഞ്ഞു നീ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങണ്ട, അവരെന്താ പറയണേന്ന് നീ കേട്ട് നോക്കിയിട്ട് നീ എന്നോട് പറ. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ അമ്മമ്മ വരെ ഉണ്ടായിരുന്നു. അമ്മമ്മ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയായിട്ട് മീൻസ് എന്നോട് അഹാന അയച്ച ഒരു മെസ്സേജാ, തൻവി, യുവർ ഡിയർ ഗ്രാൻഡ് മദർ ഇസ് ദ ബിഗ്ഗസ്റ്റ് ബിച്ച് ഓൺ എർത്ത്. എനിക്ക് എൻ്റെ കൊച്ചാണ് സത്യം. അഹാന അയച്ചേക്കുന്ന മെസ്സേജാ.
if you all wish to see dad alive for some more time, please ask her to adjust. ഇങ്ങനെയൊക്കെയാണ് അയക്കുന്നത്. എന്നിട്ട് അവർ മാത്രമല്ല, അഹാനാണ് എന്നെ കുറിച്ച് ഇട്ടേക്കുന്നുള്ളൂ. ഞാൻ അഹാനെ കുറിച്ചുള്ള ചാറ്റ് മാത്രമേ വായിക്കുന്നുള്ളൂ, വേറെ ആരെയും കുറിച്ച് ഞാൻ വായിക്കുന്നില്ല. എന്നിട്ട് എന്റെ അമ്മേനെ ഇത്രയും പൊക്കി പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറയണ്ടേ? ഞാൻ സത്യാവസ്ഥ പറയണ്ടേ? അതുകൊണ്ട് മാത്രമാണ്. അപ്പൊ എന്തായാലും അഹാന നാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ സ്വന്തം അമ്മൂമ്മയെ വിളിച്ച കാര്യമാണ് ഈ പറയുന്നത്. എന്തൊക്കെയാണ് വിളിക്കുന്നത്? ഈ ഒരു എന്താണ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പട്ടി എന്നൊക്കെയാണ് പറയുന്നത്. സംഭവം ശരിയാണ്. ഇവരുടെ അമ്മൂമ്മ ഒരുപാട് ദ്രോഹങ്ങളൊക്കെ ഇവരോട് ചെയ്തിട്ടുണ്ടാവും. ആ കാലത്ത് ഇവരെ ഒരുപാട് വെറുപ്പിച്ചിട്ടുണ്ടാവും. എന്നും പറഞ്ഞ് ഇങ്ങനെയുള്ള വൃത്തികെട്ട വാക്കുകൾ സ്വന്തം അമ്മൂമ്മയെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ മോശമല്ലേ? അതൊരു തരം റെസ്പെക്ട് ഇല്ലായ്മയാണ്. അതുപോലെ നീ, എടി, പോടി, വാടി, അങ്ങനെ ആ ഒരു ഇതൊക്കെ സ്വന്തം അമ്മൂമ്മയെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല. പറയാം, എന്ത് വേണേലും പറയാം. പക്ഷെ ഇങ്ങനെയുള്ള വിളികളൊക്കെ വളരെ കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അതൊരു സംസ്കാരമില്ലായ്മ തന്നെയാണ്. ഈ പറയുന്ന അമ്മുമ്മ അഹാനയോടും കുടുംബത്തോടും ഒക്കെ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പല ഓപ്ഷൻസും ഉണ്ട്. അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക, അവരെ തിരിഞ്ഞു പോലും നോക്കണ്ട, കോൾ ചെയ്യാതിരിക്കുക, അവരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതിരിക്കുക. ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. ആ ഒരു സമയത്തൊക്കെ ഇത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ടതായിരുന്നു. കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞത് വളരെ മോശമായി പോയി. അത് ഇവരുടെ സംസ്കാരമില്ലായ്മ തന്നെയാണ് കാണിച്ചു തരുന്നത്. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മുമ്മ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. അതും കൂടി നമുക്ക് കേട്ടു നോക്കാം. പറഞ്ഞോ. എന്റെ മക്കള് അമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരുമില്ല. ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇഞ്ഞു വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇഞ്ഞു വാ, നീ ഇഞ്ഞു. പക്ഷെ അപ്പൂപ്പന്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു. പക്ഷെ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറെ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയാം. കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് പുറത്ത് പറയാൻ പാടില്ലാത്ത ഏതോ ഒരു തെറിവാക്ക് നിങ്ങൾ അവരെ വിളിച്ചു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട് നിർത്തി എന്നാണ് അഹാന കൃഷ്ണ പറഞ്ഞത്. എന്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയാം. അത് എന്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയാൻ അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി, അവളെ ഇവളെന്നും പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെ, ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പ് ഒന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മുമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതെ ഇതേ, പിന്നെ എന്താ അതൊക്കെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട് എനിക്ക് അവരെ അയക്കുന്നതിന് അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുണ്ട്, ഇങ്ങോട്ട് അയക്കുന്നത് ഇല്ല. അപ്പൊ അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അത് അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മൂനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല. പക്ഷെ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവള് തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്. അല്ലേ ഞാൻ പറയില്ല. അപ്പൊ ആദ്യം സിന്ധു കൃഷ്ണയും മക്കളുമാണ് അമ്മൂമ്മയെ തെറി വിളിച്ചത്. അതിനുശേഷം തിരിച്ചും തെറി വിളിച്ചു എന്നാണ് അമ്മൂമ്മ പറയുന്നത്. കുറെയൊക്കെ അമ്മൂമ്മ ഇവിടെ കയറ്റി പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇവർക്കിപ്പോ എന്തായാലും സിന്ധു കൃഷ്ണയോടും മക്കളോടും ഒക്കെ നല്ല ദേഷ്യം ഉണ്ടല്ലോ. അതുകൊണ്ട് നല്ലോണം ഇങ്ങനെ പൊലിപ്പിച്ച് സംസാരിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതിനിടയ്ക്ക് അമ്മൂമ്മ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണത്? അവിടെ ഓസിക്കും ഇഷാനിക്കും അൻസികയ്ക്കും ഒന്നും കുഴപ്പമില്ല വലിയ, പക്ഷെ ധിക്കാരി അമ്മുവാണ്, അഥവാ അഹാനയാണ്. അവൾക്കാണ് എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാത്തത്. അവളാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. അവൾ എപ്പോഴും എന്നെ തെറി വിളിക്കുമായിരുന്നു എന്നൊക്കെയാണ് അമ്മൂമ്മ പറയുന്നത്. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ അഹാന ഇവിടെ പൊതുവെ ഒരു റിയാക്ടിങ് പേഴ്സൺ ആണ്. എന്ത് പറഞ്ഞാലും ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കുന്ന ഒരാളാണ് അഹാന. അപ്പോൾ അമ്മൂമ്മ എന്തെങ്കിലും പറഞ്ഞപ്പോൾ തിരിച്ചും പറഞ്ഞു കാണും അപ്പൊ തന്നെ. ബാക്കിയുള്ളവരാണെങ്കിൽ അമ്മൂമ്മയല്ലേന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കും.
പക്ഷെ അങ്ങനെ മിണ്ടാതിരിക്കാനായിട്ട് അഹാനക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അതാണ് ഈ അമ്മൂമ്മയ്ക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ടായിരിക്കണം അഹാനയോട് ഇത്ര വെറുപ്പ്. ബാക്കിയും കൂടെ പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല എന്നും അപ്പൂപ്പന്റെ മൂക്കുന്ന രക്തം വന്നു, ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ല എന്ന് എനിക്കറിയത്തില്ല. അവരെ മൂക്കുന്ന രക്തം വന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞ, മൂക്കങ്ങനെ മുറിഞ്ഞ് രക്തം വന്നെങ്കിലേ ഉള്ളു, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിലൊന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മമ്മ ഹോം നഴ്സിനെ വെളിയിൽ നിർത്തിയെന്നാ അങ്ങനെ തെറിയും പറഞ്ഞു കൊണ്ടുപോയ ഒരു ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെന്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവള് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ തിരിച്ച് നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവള് പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ സിന്ധു കൃഷ്ണ പറഞ്ഞു. എനിക്കിവിടെ തോന്നി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഹോം നേഴ്സ് ഈ അമ്മൂമ്മയെ നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരാരും അധികം നാളും നിന്നിട്ടുമില്ല. അതിന് കാരണം അമ്മൂമ്മയുടെ സ്വഭാവം തന്നെയാണ്. അപ്പോൾ ഈ ഹോം നേഴ്സിനെ ഏർപ്പാടാക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും സിന്ധു കൃഷ്ണയോട്, അമ്മൂമ്മ കാരണം ഒരാളെയും നമുക്ക് അവിടെ നിർത്താൻ പറ്റുന്നില്ല എന്ന രീതിയിൽ. അപ്പോൾ സിന്ധു കൃഷ്ണ എന്തെങ്കിലും മറുപടി പറഞ്ഞു കാണും. ആ തലയ്ക്ക് ഭ്രാന്താണ്, അവർ പറയുന്നൊന്നും നിങ്ങൾ കാര്യമാക്കണമെന്ന് പറഞ്ഞു കാണും. ചിലപ്പോൾ അങ്ങനെ പറഞ്ഞ കാര്യമായിരിക്കും ഈ അമ്മൂമ്മ ഈ രീതിയിൽ അവതരിപ്പിച്ചത്. എന്തായാലും നല്ല രീതിയിൽ പൊലിപ്പിച്ച് തന്നെയാണ് അമ്മൂമ്മ പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തൻവിയുടെ അമ്മയെ കുറിച്ച് ഈ അമ്മൂമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടു. എന്റെ ഭർത്താവ് പോയപ്പോ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്, അതും പോയി. എനിക്ക് എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തൻവിയെ നോക്കാത്തതിന്റെ പേരിലാണ് ഞാൻ. അവര് പറയുന്നത്, അമ്മ പറയുന്നത് ചിന്നമ്മ എന്നാണല്ലോ എന്റെ അമ്മേനെ വിളിക്കുന്നത്, ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീ ആണെന്നും എന്റെ ഒരാള് കല്യാണം കഴിച്ച എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ച അല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മു പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ കല്യാണത്തിന് പോലും ആ നാറി സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാ. അങ്ങനെയൊക്കെ പറഞ്ഞാണ്. ഇതൊക്കെ ഉള്ളതാണോ എന്തോ. അഹാന എന്തായാലും ഇതോടെ ചീഞ്ഞ് നാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ നേരത്തെയും പറഞ്ഞത് തൻവിയുടെ അമ്മയെ കുറിച്ച് ഒരക്ഷരം പറയാൻ പാടില്ലായിരുന്നു. ഇതൊരുമാതിരി എരന്ന് വാങ്ങിയതുപോലെ ഉണ്ട് തൻവിയുടെ അമ്മയെ കുറിച്ച് ഓരോന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോ എന്തൊക്കെ പറഞ്ഞാലും അഹാന പറഞ്ഞതിനേക്കാളും കൂടുതൽ ആൾക്കാരെ വിശ്വസിക്കാൻ പോകുന്നത് ഇവര് പറയുന്നതായിരിക്കും. ഇക്കാര്യത്തിൽ അഹാന പറയുന്നത് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും എന്തൊക്കെയോ കാര്യങ്ങൾ സിന്ധുവിന്റെ അമ്മ പറയുന്നുണ്ട്, ഈ അമ്മൂമ്മ. അപ്പൊ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, സിന്ധു കൃഷ്ണയുടെ അച്ഛൻ മരിച്ച സമയത്ത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് സിന്ധു കൃഷ്ണ വന്നിട്ട് ഇവർക്ക് വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സ് എല്ലാം സിന്ധു കൃഷ്ണ എടുത്തുകൊണ്ട് പോയെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത് പറഞ്ഞതിന് ശേഷം കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്, അതും കൂടെ കേട്ടു നോക്കാം. എന്നിട്ട് അവസാനം അമ്മൂമ്മ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാരും എന്താ പറഞ്ഞ, കല്യാണത്തിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? ഇവിടെ ലാസ്റ്റില് ഇവരെ അമ്മു എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു, എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ നീ എന്റെ ദേഹത്ത് തൊട്ട് നോക്ക്, തൊട്ടാ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ചു പറഞ്ഞത് അമ്മൂമ്മ അങ്ങോട്ട് വരണുണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇഷാനിയുമായിട്ടാണോ വരണത്? കാരണം ഇഷാനിയൊക്കെ ഡീസന്റ് പിള്ളേരാ. ആ വീട്ടിലേക്ക് ഇഷാനി, ഹൻസികയും ഓസിയൊക്കെ വേറെ ആരോടും യാതൊരു. നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ബാക്കിയുള്ളവരെ കുറിച്ച് പിന്നെ അമ്മൂമ്മയ്ക്ക് മോശം അഭിപ്രായമൊന്നുമില്ല. അഹാനയോടാണ് ഈ പുള്ളിക്കാരിക്ക് ദേഷ്യം കൂടുതൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഹാന എല്ലാം പിന്നെ എന്താ പറയുക, ഉരുളക്കുപ്പേര് പോലെ മറുപടി കൊടുക്കുന്നോണ്ടായിരിക്കും. ബാക്കിയുള്ളവർ എന്ത് ചെയ്താലും അമ്മൂമ്മയല്ലേ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുമായിരിക്കും. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു, കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത്, എന്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കൂല, നീ എന്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എന്റെ കല്യാണത്തിനൊന്നും വിളിക്കൂല. എന്റെ കല്യാണത്തിന് നീ വരികയും ചെയ്യരുത്, അത് പറയാനും കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ മോളെ, ഞാൻ നിന്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട, 75 വയസ്സായി, എനിക്ക് ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടാ മക്കളെ, അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കുകയും വേണ്ട, ഞാൻ വരികയില്ല മോനെ എന്ന്. ഇതിപ്പോ കുടുംബപുരാണം മൊത്തം അമ്മൂമ്മ വിളിച്ച് പറയുന്നുണ്ട്. എന്തായാലും കുറച്ചു കാലത്തിന് ശേഷം കൃഷ്ണകുമാർ ഫാമിലി ഒന്ന് ഇറങ്ങി വന്നതേ ഉള്ളൂ. അതിനു മുമ്പേ അടുത്തത് തുടങ്ങി. എനിക്ക് തോന്നുന്നത് ഈ അമ്മൂമ്മയുടെ ശാപം കൃഷ്ണകുമാറിന്റെ ഫാമിലിയെ നന്നായിട്ട് ഏറ്റിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതാണ് ഇവര് കൂടെ ഏറി കയറുന്നത്. എന്റെ ഭർത്താവിനോട് പറയും, ഡാഡി ആ സ്ത്രീ, ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡി എന്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയെന്ന്. ആ സ്ത്രീ അങ്ങ് ചത്താ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവേയില്ലല്ലേ എന്നെപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി, ഒരു മോള് പറയണ വാചകമാണ് ഇതാണ് എൻ്റെ മോള് പറയണത്. അവൾ എൻ്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല, അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. പിന്നെ അവര് മിണ്ടാതിരുന്നത് എന്തെന്ന് വെച്ചാൽ, അവരെ ആശുപത്രി കൊണ്ടുപോയിടുകയും ചെയ്യണത് കൊണ്ട് അവർ മിണ്ടാതിരുന്ന്. വീട്ടിൽ ആര് കയറി വന്നാലും അവരോടെയൊക്കെ പറയുമായിരുന്നു. ഈ ഹോം നഴ്സിനെ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്,
എൻ്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും വഞ്ചകയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്കിപ്പോൾ ഈ മരുന്ന് വാങ്ങിത്തരണത് ഞാൻ കൊടുത്ത അവർ കഷ്ടപ്പെട്ട് ഇവരിന്ന് ഇംഗ്ലീഷുകാരായത് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നടക്കണില്ലേ? എങ്ങനെ ഇംഗ്ലീഷുകാരായത്? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അവരെ ഊട്ടിയിൽ കുറ്റപ്പെട്ട് പബ്ലിക് സ്കൂളിലാക്കി പഠിപ്പിച്ചു. എന്തായാലും കണക്കുകളൊക്കെ പുള്ളിക്കാരി വിളിച്ചു പറയുന്നുണ്ട്, ഒന്നും പോലും ഒഴിവാക്കാതെ എല്ലാം പറയുന്നു. മാക്സിമം സിന്ധു കൃഷ്ണയെ മക്കളെ എങ്ങനെയൊക്കെ നാട്ടിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ പുള്ളിക്കാരി നാട്ടിക്കുന്നുണ്ട്. എന്തായാലും അമ്മൂമ്മ ആള് കൊള്ളാം കേട്ടോ. അഹാന ഒന്ന് ചെറുതായിട്ട് തോണ്ടിയതേ ഉള്ളൂ. അമ്മൂമ്മ കുടുംബപുരാണം മൊത്തം എടുത്ത് പുറത്തേക്ക് ഇട്ടു. അങ്ങനെ ഞാൻ മാത്രം നാറുണ്ടാകും, നിങ്ങളും കൂടെ നാറിയേ പറ്റൂ എന്നുള്ള രീതിയിൽ. ഇത് കാരണം കൂടുതലും നാറിയത് സിന്ധു കൃഷ്ണയും ഫാമിലിയുമാണ്. എന്തായാലും ഇതിനുശേഷം തൻവി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ കേട്ടു. ആദ്യം അവൾ ചെയ്ത ചാറ്റും കാര്യങ്ങളും മറക്കാതെ എല്ലാ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ആദ്യം അവരത് ഓർത്തിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ അവർ നല്ലവരാണെന്നോ സ്വന്തം അമ്മൂമ്മ എത്ര പ്രശ്നമാവട്ടെ അങ്ങോട്ട് ഒരു സ്വന്തം അമ്മൂമ്മനെ വിളിക്കുന്നതാണ് ബിച്ച് ബിച്ച് കുഞ്ഞിനീച്ച് ബിച്ച്. സ്വന്തം അമ്മൂമ്മനെ വിളിക്കുന്നതാ വസന്ത, എടി പോടി എന്റെ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സംസ്കാരം മുഴുവൻ പുറത്തായി എന്നർത്ഥം. അല്ല, ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഇവരുടെയൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് എന്തൊരു സ്നേഹമാണെന്ന് നോക്കി, എന്തൊരു ഒലിപ്പിക്കലാണ്. പരസ്പരം സ്നേഹിക്കുന്നു, പൊക്കി പറയുന്നു. ഇത് കാണുമ്പോൾ ആളുകൾ കമന്റ് ചെയ്യുന്ന കമന്റ് ബോക്സ് ആണ് രസം. ഇവരെ പോലെ ആയാൽ മതിയായിരുന്നു, ഇവരെ പോലെ ഒരു കുടുംബം കിട്ടിയാൽ മതിയായിരുന്നു, ഇവരെ പോലെ അനിയത്തിയെ കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ചേട്ടത്തിയെ കിട്ടിയാൽ മതിയായിരുന്നു, ഇതുപോലെ ഒരു അമ്മയും അച്ഛനെയും കിട്ടിയാൽ മതിയായിരുന്നു. എന്തായാലും അവരൊക്കെ ഇത് കാണുന്നുണ്ടോ ആവോ? എന്തായാലും ഇവരുടെ റിയൽ ലൈഫ് എന്താണെന്നുള്ളത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാരുടെയും പിന്നാമ്പുറം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചീഞ്ഞു നാറിയ കഥകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു രീതിയിൽ കൃഷ്ണകുമാറിന്റെ ഫാമിലി ചീഞ്ഞു നാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഈ നാറ്റക്കേസിൽ നിന്ന് ഇവര് കരകയറാൻ വേണ്ടിയിട്ട് കുറെ നാളെടുക്കും. ഇനി പിന്നെ അവർക്ക് അതൊരു ശീലമായതുകൊണ്ട് കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് കയറുന്നതല്ലേ. എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.